എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം RC ഗാർഡനിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഇന്നത്തെ വീഡിയോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങളെല്ലാവരും ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരോടും ചെയ്യാമെന്ന്. ഈ ഒരു സ്റ്റാൻഡ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനുള്ള പ്ലാന്റ് ഫുൾ ഇറക്കി കേട്ടോ. എൻ്റെ എഫേർട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതിന് വാല്യൂ നിങ്ങൾ തരിക. അപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഇതുവരെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടില്ല, ചെയ്യാതെ ഇരുന്നിട്ടില്ല, സമയം എടുത്താണെങ്കിലും ഞാനത് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ സ്ട്രക്ചർ. അപ്പം നേരത്തെ ഒന്നും നിങ്ങൾക്ക് ഇത്ര വിശദമായിട്ട് ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ, 2 സ്റ്റാൻഡ് കൂടെ ഇറക്കണം എന്ന് പറയരുത്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഫലനോസസ് ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് വെയിൽ കണ്ടമാനം അടിക്കുന്നത് കാരണം ഞാൻ ഫലനോസസ് നമ്മുടെ UV ഷെഡിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുറച്ച് ബാക്കി ഡെൻഡ്രോബിയം മാത്രമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഫ്ലവർ ഉള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണണ്ടേ ഇവിടെ ചെടി ഉണ്ടെന്നുള്ളത്. കണ്ടോ, ഇതാണ് ഇവിടെ ഈ ഒരു ഇതിൽ. ബാക്കി ഫലനോസിസ് അതൊരു ഫ്ലവർ ഉള്ളത് കാരണം അവനെയും കൊണ്ടുപോയില്ല താഴോട്ട്, ബാക്കി എല്ലാവരും താഴെ കൊണ്ട്. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ സീലിങ്സിൻ്റെ വീഡിയോ കാണിച്ചില്ലേ പോട്ട് ചെയ്യുന്നത്, അവനെയല്ല ഇവിടെ സെറ്റ് ചെയ്യുക. അതാണ് പരിപാടികൾ. അപ്പം സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് വെളിയിലെടുത്തിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലല്ലോ. അത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്നല്ലേ ഇപ്പം എല്ലാവരും ഓർക്കുന്നത്. സ്റ്റാൻഡ് വെളിയിലിട്ട് കാണിച്ചു, ഇതെന്താ ഇങ്ങനല്ല കേട്ടോ, വരുന്നു ബാക്കി. ഞാൻ അതിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അപ്പം ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഇങ്ങനെ സെറ്റാക്കി വെച്ചത്, അല്ലാതെ നിങ്ങളുടെ അടുക്കൽ പറയാനായിട്ട് എനിക്ക് അറിയാമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ അളവ് മെഷർമെൻറ്റും ഒക്കെ നിങ്ങളെ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിതിലെ ലെങ്ത് ആദ്യം എടുക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 200 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 200 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഇഞ്ച് കണക്ക് വരുമ്പം 80 ഇഞ്ച്. 200 സെൻറ്റിമീറ്റർ നടത്താൻ മതി, അതാകുമ്പോൾ എളുപ്പം. 200 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. $75 സെൻറ്റിമീറ്റർ വിട്ട്, അതായത് വീതി വരുന്നത് 75 സെൻറ്റിമീറ്റർ ആണ് ഇങ്ങനെയുള്ളത്. ലെങ്ത് 200 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയല്ലോ. ഇനി ഹൈറ്റ് അറിയണ്ടേ. ഫസ്റ്റ് തട്ടിൻ്റെ ഹൈറ്റ് 46 സെൻറ്റിമീറ്റർ. നിങ്ങൾ ഓർത്തോണ്ട്, അത് പിന്നീടൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുകയില്ല. ഫസ്റ്റ് തട്ട് 46 സെൻറ്റിമീറ്റർ നിലത്തുനിന്ന്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് 46 സെൻറ്റിമീറ്റർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടിയുടെ അളവെന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മനസ്സിലായി കാണുമല്ലോ. വീതി നീളം, വീതി, ഹൈറ്റ്, പിന്നെ ഈ സ്റ്റാൻഡുകൾ തമ്മിലുള്ള ആ ഒരു ഹൈറ്റ്, അതെല്ലാം കോമൺ ആണ്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതാണ് ഈ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, കമ്പി. അത് ചെടി വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോരരുത്. ബാക്കി ഫ്രീ ആണ്. ഫ്രണ്ടിൽ ഒരു കമ്പിയും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 2 സ്റ്റാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നേരത്തെ കാണിച്ചായിരുന്നല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. 2 സ്റ്റാൻഡിനും കൂടെ ഇപ്പം 4-5 വർഷമായി ഞാൻ ചെയ്തിട്ട് ഒരു 15 രൂപയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും എല്ലാം കൂടെ വന്നിരിക്കുന്നത് കേട്ടോ. 15,000 രൂപ. പിന്നെ വണ്ടിക്കൂലി നമുക്ക് ഇവിടെ എത്തിച്ചതിന് ഒരു 2,000 രൂപ വണ്ടിക്കൂലി ആയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ്, അതൊക്കെ അറിയാമല്ലോ. അത്രയാണ് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ ഒരു കോസ്റ്റ്. ഏകദേശം അങ്ങേയറ്റം ഒരു 18 രൂപയ്ക്കകത്ത് തീർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന്. 18 രൂപ വേണ്ട, 17 രൂപ. 17 രൂപയ്ക്കകത്ത് ഈ സ്റ്റാൻഡ്, 2 സ്റ്റാൻഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അപ്പം സ്റ്റാൻഡിനെ കുറിച്ചുള്ള ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ.
നല്ല നമുക്ക് പ്ലാന്റ് അതായത് നേഴ്സറി ഗാർഡൻ നടത്തുന്നവർക്ക് ഈ സ്റ്റാൻഡ് പറ്റില്ല. അതായത് വീട്ടിൽ ചെടി വളർത്തുന്നവർക്ക് ബെസ്റ്റ് ഒരു സ്റ്റാൻഡാണ് ഇത് കേട്ടോ. ഇത് സാധാരണ വെച്ചിരിക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കമ്പി ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടെന്ന്. ഇത് കണ്ടോ, ചെടി മറിഞ്ഞു പോകാതിരിക്കാൻ. അത് നമ്മുടെ ഈ വാർക്ക കമ്പിയാണ്. ഇത് പിന്നെ ഒരു 1/2 ഇഞ്ചിന്റെ ഒരു വീതിയുള്ള ഇത് പൈപ്പാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതാകുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ചെയ്യും. അല്ല ചുമ്മാ നമ്മൾ ഈ ഒരു ഊട് കാണിച്ച് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളേതായാലും ചെയ്യുമ്പോൾ എന്നൊന്നും ചെയ്യുന്നില്ലല്ലോ, നല്ല നീറ്റായിട്ട് വൃത്തിക്ക് ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും അന്ന് ഭയങ്കരമായിട്ട് ഓരോരുത്തരോട് വിളിച്ചു ചോദിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ആൻറ്റി പറഞ്ഞായിരുന്നു ഈ ഒരു സ്റ്റാൻഡിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേന് 80,000 രൂപ പറഞ്ഞത് കോസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ, പണിക്കൂലി സാധനങ്ങളെല്ലാം ഉൾപ്പെടെ. അതാണ്. അപ്പം ആരും അങ്ങനൊന്നും പറ്റിക്കപ്പെടരുത്. ചെയ്യാൻ പറയാനിരിക്കുമായിരുന്ന ആള്. അപ്പം ഏത് വീഡിയോ കണ്ടെന്നെ വിളിച്ചായിരുന്നു, എന്നോട് ചോദിച്ചു എത്ര രൂപയ്ക്കായിരുന്നു. ഞാൻ റേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയായിരുന്നു, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറയാം വേണ്ട, അത് കോട്ടയത്ത് തന്നെയാണ്, ഞാൻ ചെയ്തെടുത്ത് തന്നെ ഞാൻ ചെയ്യിച്ച് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെറുതെ ഒന്നും ആരും കാശ് കളയരുത്, ചുമ്മാ എടുത്ത് ചാടി ഒന്നും ആലോചന ഇല്ലാതെ ചെയ്യരുത്. പിന്നെ ഒരാൾ പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞാൽ 2 ബീം വാർത്തു, എന്നിട്ട് അതിലേക്ക് 2 കമ്പി, അതായത് ഇതേ രീതിയിൽ ലെഗിന് പകരം 2 കമ്പി ഇങ്ങനെ വെച്ചിട്ട് അതിലാണ് ചെടി വെച്ചിരിക്കുന്നത്. അത് വൃത്തികേടുമാണ്, കോസ്റ്റുമാണ്, മെനക്കേടാണ്. അതേസമയം ഇതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് മാറ്റി എവിടെ വേണേലും കൊണ്ടുപോകാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ചെടിയൊക്കെ ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ കാണാൻ തന്നെ നല്ല ഭംഗി. നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്റ്റാൻഡിൽ വെച്ച് തന്നെയല്ല എല്ലാ പ്ലാന്റുകളും ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാറുണ്ട്. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ, മാക്സിമം ഇത് വീഡിയോ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു ചാനലിൽ കൂടെ കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തിയോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുന്നതാണ്.